Hi friends, welcome to SULUZ DIARIES. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഷവർമയുടെ റെസിപ്പി ആയിട്ടാണ്. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നമുക്ക് ഷവർമ ഒന്നും വാങ്ങിക്കാനായിട്ട് കിട്ടത്തില്ല. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ എങ്ങനെയാണ് ഷവർമ നമുക്ക് വീട്ടിലുണ്ടാക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഷവർമ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഷവർമ ഉണ്ടാക്കാനായിട്ട് നമുക്ക് മെയിനായിട്ട് കുബൂസ് വേണം. ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുബൂസിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് പോയി കാണാവുന്നതാണ്. ഇനി നമുക്ക് ഷവർമയുടെ ഫില്ലിങ് റെഡിയാക്കിയിട്ട് എടുക്കണം. അതിനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. 2 കപ്പ് ചിക്കൻ ബോൺ മാറ്റിയിട്ട് ചെറിയ പീസുകളായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് വേണ്ട മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 2 നുള്ള് മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ പെരുംജീരകം പൊടിച്ചത്, 2 നുള്ള് ഗരം മസാല, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമ്മൾ ചിക്കനിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ടെടുക്കാം. ഷവർമയിലേക്ക് നമ്മൾ അധികം മുളക് പൊടി ചേർക്കാറില്ല. പിന്നെ നമുക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി മാത്രം എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാവുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ ഈ ഒരു മസാല നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ഒരു മസാല കറക്റ്റ് ആയാലേ നിങ്ങൾക്ക് ഷവർമയുടെ അതേ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അതായത് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന സെയിം ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ഇനി ഈ ചിക്കന് നമുക്ക് അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ ഈ ചിക്കന് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. ഒരു ഷാലോ ഫ്രൈ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇതിനായിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. കഴിയുന്നതും ഏതെങ്കിലും സൺഫ്ലവർ ഓയിലോ അല്ലെന്നുണ്ടെങ്കിൽ ഒലിവ് ഓയിലോ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എപ്പോഴും അറബിക് ചൈനീസ് ഡിഷുകളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ വെളിച്ചെണ്ണ ഒരിക്കലും യൂസ് ചെയ്യരുത്. അപ്പോൾ ആ ഒരു റിയൽ ടേസ്റ്റ് കിട്ടത്തില്ല. ഇപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വളരെ കുറച്ച് എണ്ണയിൽ വേണം നമ്മൾ ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഒരിക്കലും ഡീപ്പ് ഫ്രൈ ആയി പോകരുത്. അങ്ങനെ ചെയ്താൽ നമ്മളുടെ ഷവർമയുടെ ഒരു ടേസ്റ്റും കിട്ടത്തില്ല. ഇതേ രീതിയിൽ എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ. ഇപ്പം നമ്മുടെ ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഷവർമയുടെ ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് വെജിറ്റബിൾസും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ കൂടുതൽ വെജിറ്റബിൾസ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കുക, അല്ല കുറച്ച് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇപ്പോൾ ഇതിനായിട്ട് ഞാൻ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ വീട്ടിലുള്ള സാധാരണ മല്ലിയിലയാണ്. അതുപോലെ ഒരു ചെറിയ പീസ് കുക്കുംബർ, 2 തക്കാളി, ഒരു ചെറിയ പീസ് ക്യാബേജും 1 സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചെറിയ പീസുകളായിട്ട് അരിഞ്ഞിട്ടെടുക്കാം. ഇപ്പം നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഞാൻ കുറച്ച് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വറുത്ത് വെച്ചിട്ടുള്ള ചിക്കനും ഈ വെജിറ്റബിൾസും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കണം. ഇതോടൊപ്പം 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ്, അതായത് ഈ വെജിറ്റബിൾസിന് മാത്രം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഈ പെപ്പർ പൗഡറിൻ്റെ അളവിൽ വ്യത്യാസം വരുത്താം. ഇപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ പീസുകളൊക്കെ കുറച്ച് വലിപ്പമുള്ളതാണ്. അപ്പോൾ ഇനി നമുക്കിതെല്ലാം കൂടെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യണം. ഇപ്പം ഞാനൊരു കത്രിക വെച്ചിട്ട് എല്ലാം കൂടെ നന്നായിട്ട് അരിഞ്ഞെടുക്കുവാണ്. നമ്മൾ ഹോട്ടലിലൊക്കെ ചിലപ്പോൾ കണ്ടിട്ടില്ലേ, ഷവർമ ഇങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അവർ ഫുള്ളായിട്ട് കട്ട് ചെയ്യുന്നത്. ആ ഒരു ടൈമിൽ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ട് ആ ഒരു ടേസ്റ്റ് ഒരുപോലെ എല്ലാ ഭാഗത്തും വരും. ആ വെജിറ്റബിളും ചിക്കനും എല്ലാം കൂടെ ഒരേ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് ചെറിയ പീസുകളാകുമ്പോഴാണ് നമുക്ക് കഴിക്കാനും കൂടുതൽ നല്ലത്. ചെറിയ പീസുകളായിട്ട് കിടക്കുന്നത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങിനെയൊക്കെ നന്നായിട്ട് ചെറിയ പീസുകളാക്കി മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഷവർമ റോളാക്കിയിട്ട് എടുക്കാൻ കുബൂസ് വേണം. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ കുബൂസാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള 2 ലെയറായിട്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ വരുന്ന ആ കുബൂസാണ്. അതോടൊപ്പം നമുക്ക് മയോണൈസ് വേണം. മയോണൈസിൻ്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അതുപോയി കാണാവുന്നതാണ്. അതുപോലെ കുറച്ച് ടൊമാറ്റോ പേസ്റ്റും വേണം. ഇനി നമുക്ക് ഇതൊന്ന് ഫില്ല് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഫില്ല് ചെയ്യാനായിട്ട് നമുക്കൊരു ഓയിൽ പേപ്പർ വേണം, അല്ലെന്നുണ്ടെങ്കിൽ അലൂമിനിയം ഫോയിൽ ആയാലും മതി. അപ്പോൾ നമ്മുടെ കുബൂസിനെക്കാട്ടി കുറച്ചുകൂടെ വലിപ്പത്തിൽ ഞാൻ ഓയിൽ പേപ്പർ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ഈ കുബൂസിലേക്ക് നമുക്ക് ഫസ്റ്റ് ഈ മയോണൈസ് നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് മയോണൈസ് ചേർക്കണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുക. ഞാനൊരു 2 ടേബിൾ സ്പൂണോളം മയോണൈസ് നന്നായിട്ട് ഈ കുബൂസിൽ പുരട്ടി കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടി ഒന്ന് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ടൊമാറ്റോ സോസ് ഒരുപാട് കൂടിപ്പോയാൽ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. ഈ ഒരു അളവിൽ മതിയാവും.
ഇനി നമുക്ക് ഈ ഫില്ലിങ് ഇതിന് നടുഭാഗത്തായിട്ട് വെച്ച് കൊടുക്കാം. ഈ ഫില്ലിങ് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവ് കൂട്ടിയും കുറച്ചുമൊക്കെ എടുക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മളിത് റോൾ ചെയ്യാനായിട്ട് ആദ്യം നമ്മുടെ ഈ കുബൂസ് ഒരുപോലെ വെച്ചിട്ട് ഇങ്ങനെ അടച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഓയിൽ പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ കവർ ചെയ്ത് ഒന്ന് റോൾ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈസി ആയിട്ട് നമ്മളുടെ ഈ ഷവർമ റോൾ റെഡിയാക്കാനായിട്ട് പറ്റും. ഇനി നമ്മളിതുപോലെ റോൾ ചെയ്തിട്ട് രണ്ട് സൈഡ് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ കയ്യിൽ ഇപ്പോൾ ഓയിൽ പേപ്പർ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലേറ്റ് ഷവർമയായിട്ട് നമുക്ക് വീട്ടിൽ കഴിക്കാവുന്നതാണ്. ഇതേ രീതിയിൽ ഞാനിവിടെ 4 റോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഷവർമ വീട്ടിലുണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇനി കടയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കാതെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ സേഫ്. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സെയിം ടേസ്റ്റിൽ തന്നെയാണ് നമ്മൾ ഈ ഷവർമ റോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ സെയിം റെസിപ്പി തന്നെ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ആ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റും അതേ മണവും ഉള്ള ഷവർമ നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഷവർമയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഷവർമയൊക്കെ ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുക. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ സൈഡിലുള്ള ചെറിയ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.